ഭയങ്കര ചൂടാ. ഓക്കെ, അടുത്തൊരു ഹെഡിങ് ആയിരിക്കെ ടൈപ്പ് ഓഫ് ഇവന്റ്സ്. ടൈപ്പ് ഓഫ് ഇവന്റ്സ്. ടൈപ്പ് ഓഫ് ഇവന്റ്സ്. അതെ, സ്റ്റാറ്റിലെ പ്രോബബിലിറ്റി. നീ ഉണ്ടായില്ലേ ക്ലാസ്സിന്? പിന്നെ ഉണ്ടായില്ലേടാ? ഫസ്റ്റ് വൺ ഇമ്പോസിബിൾ ഇവന്റ്. the heading impossible event. ഇമ്പോസിബിൾ ഇവന്റ് എഴുതിയാ? ഓക്കെ, അപ്പൊ ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറഞ്ഞത് empty set phi and sample space is. ഇവന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തിന് സബ്സെറ്റ് ആയിരിക്കുള്ളൂ? സാമ്പിൾ സ്പേസിന് സബ്സെറ്റ് ആയിരിക്കുള്ളൂ അല്ലെ? അപ്പൊ ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the whole sample space is called sure event. ഇല്ലാത്ത ഇവന്റുകൾ ഉണ്ടാവില്ല. അതായത് നൾ സെറ്റ്, നമ്മൾ സെറ്റ് എടുക്കണമെങ്കിൽ നൾ സെറ്റ് പറയാറില്ലേ? നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൈ. അത് നമ്മൾ എന്താ പറയണത്? അതിനകത്ത് ഒന്നും ഒരു എലമെന്റ്സും ഉണ്ടാവില്ല. അപ്പൊ ഒരു എലമെന്റും ഇല്ലാത്ത ഇവന്റ് ആണ് എന്ത്? ഇമ്പോസിബിൾ ഇവന്റ്. നടക്കാത്ത ഇവന്റ് എന്ന് പറയാ വേണമെങ്കിൽ. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും പറഞ്ഞെന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഒരു 1 2 3 4 5 6 സാമ്പിൾ സ്പേസ് എഴുതാണ്ടിരിക്കണം. നോക്കിക്കേ, സാമ്പിൾ സ്പേസില് ഇതൊരു സാമ്പിൾ മിണ്ടാണ്ടിരിക്കണം. സാമ്പിൾ സ്പേസ് ഇതാണ്. ഇതിന്റെ അത് ഞാനൊരു ഇവന്റ് പറയണേണ് മൾട്ടിപ്പിൾ ഓഫ് 7. മൾട്ടിപ്പിൾ ഓഫ് 7 ഇവിടെ ഉണ്ടാ? അപ്പൊ അതെന്താണ്? അത് ഇമ്പോസിബിൾ ഇവൻ ആണ്. 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ഞാൻ പറയണേ, അതെന്താ അതിന്റെ അകത്ത്? എവിടെ? 7 ഇല്ല, 6. 1 7ന്റെ മൾട്ടിപ്പിളോ? അപ്പൊ നോക്കിക്കോ, ഇതില് 7ന്റെ മൾട്ടിപ്പിൾ ഓഫ് ഇതില്ല. അതുകൊണ്ട് ഇതെന്താണ്? ഒരു ഇമ്പോസിബിൾ ഇവന്റ്. അപ്പൊ ഷുവർ ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് വോൾ സാമ്പിൾ സ്പേസ് എന്തായിട്ട് വരും? എന്താണ് ഷുവർ ഇവന്റ് എന്ന് പറഞ്ഞാൽ? ദ വോൾ സാമ്പിൾ സ്പേസ് ഇസ് കോൾഡ് ഷുവർ ഇവന്റ്. അപ്പൊ ആ ഇവന്റില് ഈ സാമ്പിൾ സ്പേസില് എല്ലാം ഉണ്ടാവും. മൾട്ടിപ്പിൾ ഓഫ് 2ന്റെ മൾട്ടിപ്പിൾ വോൾ സാമ്പിൾ സ്പേസ് വരുമോ? ഇല്ല. 2ഉം 4ഉം 6ഉം മാത്രമല്ലേ വരുള്ളൂ. പിന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞേ, ചോദിച്ചേ. ഷുവർ ഇവന്റിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഇതിൽ നോക്കിക്കേ, ഇതിൽ നമ്മൾ 1 2 3 4 5 6 എടുത്ത് അപ്പൊ ഇവന്റ് ഞാൻ പറയണേണ് നമ്പർ ടേൺ ഈവൻ ഓർ ഓഡ്. അതായത് നമ്പർ വീഴണത് ഈവനോ ഓഡോ ആയിട്ടുള്ളത് എന്തില്? ഡൈയില്. അപ്പൊ അതെന്തായാലും ഇത് വോൾ ഇവന്റ് ആയിട്ട് വരും. അപ്പൊ മൊത്തം സാമ്പിൾ, അതായത് അപ്പൊ ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറഞ്ഞാൽ അതിൽ നോ എലമെന്റ്സ്. ഷുവർ ഇവന്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സാമ്പിൾ സ്പേസ് അതിൽ വരും. അപ്പൊ അതിനെ എഴുതണ്ടല്ലോ. ഇനി സിമ്പിൾ ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താടാ? the event E has only one sample point of sample. ഒരെണ്ണം മാത്രമുള്ള എലമെന്റ് ആണ് എന്ത്? സിമ്പിൾ ഇവന്റ് എന്ന് പറയുന്നത്. അതൊന്ന് എഴുതിക്കേ. an event E has സിമ്പിൾ ഇവന്റ് ആണ്. an event E has only one sample point is called simple event. An event E has only one sample point is called a simple event. അപ്പൊ കോമ്പൗണ്ട് ഇവന്റ് എന്തായിരിക്കുള്ളൂ? മോർ ദാൻ വൺ സാമ്പിൾ പോയിന്റ് ആയിരിക്കും.
കോമ്പൗണ്ട് ഇവന്റ് ഇസ് ഈക്വൽ ടു മോർ ദാൻ വൺ സാമ്പിൾ പോയിന്റ്. അങ്ങനെ എഴുതിയാൽ മതി. കോമ്പൗണ്ട് ഇവന്റ് ഇസ് ഈക്വൽ ടു മോർ ദാൻ വൺ സാമ്പിൾ പോയിന്റ്. ഇനി നോക്കിക്കേ, നമ്മൾ ഒരു കോയിൻ മുകളിലോട്ട് ഇട്ട് അപ്പൊ നമുക്ക് വരുന്ന ഔട്ട്കംസ് എന്തൊക്കെ വരും? ഹെഡ് ഹെഡ്, ഹെഡ് ടെയില്, ടെയില് ഹെഡ്, ടെയില് ടെയില്. എന്താണ്? ഒരു കോയിൻ, രണ്ട് കോയിൻ ഒരുമിച്ച് മുകളിലോട്ട് ഇട്ട് അപ്പൊ വരുന്ന ഇവന്റുകളാണ്, സാമ്പിൾ സ്പേസ് ആണ് ഇത്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് ഞാൻ ഡിഫൈൻ ചെയ്ത ഒരു ഇവന്റാ. അതില് എച്ച് എച്ചും ടി ടിയും മാത്രമേ ഉള്ളൂ. അപ്പൊ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കുള്ളൂ? ഇതില്ലാത്ത എലമെന്റുകളാണ് എ കോംപ്ലിമെന്റ് വരുള്ളൂ. അതൊന്നും എഴുതിക്ക്. എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു, എഴുതടാ, എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അല്ലെ? അതായത് എയിലുള്ള എലമെന്റ്സ് മാറ്റിയിട്ട് സാമ്പിൾ സ്പേസിലുള്ള ബാക്കിയുള്ള എലമെന്റ് ആണ് എ കോംപ്ലിമെന്റ്. അപ്പൊ നമുക്ക് ഇതിനെ നമുക്ക് എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എസ് മൈനസ് എന്ന് എഴുതാല. എഴുതിക്കും. ഏത്? എച്ച് എച്ചും ടി ടിയും മാറ്റിയിട്ട് ബാക്കിയുള്ള എലമെന്റ്സ്. എയിന്ന് അങ്ങോട്ട് മാറ്റി കളഞ്ഞു നമ്മള്. സെറ്റ് എടുക്കൂലേ നമ്മൾ സാധാരണ? സെറ്റില് കോംപ്ലിമെന്റ് എടുക്കില്ല, അത് തന്നെ സെയിം സാധനം. ഇനി അടുത്ത ഇതിക്ക് എന്താടാ? എടാ അത് മൂവ് ചെയ്യട്ടെ എടാ, അപ്പൊ കൊഴപ്പില്ല. മൂവ് ചെയ്യുമ്പോ എല്ലാവർക്കും കിട്ടൂലേ? കിട്ടല്ലേ? ഇനി അടുത്ത് നോക്കിക്കേ. ഇനി ഇവന്റ് എ ഓർ ബിന്ന് നമ്മൾ ബേസിക്കലി പറയണത് ഇവന്റ് എ ഓർ ബി എന്ന് പറഞ്ഞാ എന്താ? വിച്ച് ഇസ് ഈക്വൽ ടു എ യൂണിയൻ ബി ആണ് കേട്ടാ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, എ കോംപ്ലിമെന്റിന്റെയും എയുടെയും യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? എ തന്നെയാ, എസ് തന്നെ കിട്ടും. അപ്പൊ ഇവന്റ് എ ഓർ ബി എന്ന് പറഞ്ഞാൽ എന്താ? എ യൂണിയൻ ബി. അതായത് എ ഓർ ബി ഇസ് ഈക്വൽ ടു എ യൂണിയൻ ബി. അപ്പൊ എ ആൻഡ് ബി എന്ത് വരും? എ ആൻഡ് ബി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കേ. എ നോർ ബി എന്ന് പറഞ്ഞ എന്താ? അപ്പൊ ബാക്കിയുള്ള എലമെന്റ്സ് എഴുതുക. അതെങ്ങനെ നൾ സെറ്റ് ആവും ഉറപ്പ് പറയാൻ പറ്റും? അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കേ. കൺസിഡർ ദ എക്സ്പെരിമെന്റ് ഓഫ് റോളിംഗ് എ ഡൈ. കൺസിഡർ ദ എക്സ്പെരിമെന്റ് ഓഫ് റോളിംഗ് എ ഡൈ. Let A be the event getting a prime number. Let A be the event getting a prime number. And B be the event getting an odd number. A എന്ന് പറയുന്നത് getting prime number. B getting odd number. അങ്ങനെയാണെങ്കിൽ സാമ്പിൾ സ്പേസ് ചെയ്ത എല്ലാം എഴുതുന്നിട്ട് ഫൈൻഡ് ചെയ്യേണ്ട സാധനങ്ങള് ഫൈൻഡ് എ ഓർ ബി, എ ആൻഡ് ബി, എ ബട്ട് നോട്ട് ബി,
നോട്ട് എ. ഇത്ര സാധനങ്ങൾ കണ്ടുപിടിക്കാം കേട്ടോ. കിട്ടിയാ? ഞാൻ പറയാം. കിട്ടിയാടാ? ഹോംവർക്ക് കിട്ടും. കിട്ടിയാ? ജ്യോതിഷിന് കിട്ടിയാടാ? ആദ്യം എ ഓർ ബി. എ എന്താ കിട്ടിയത്? സെറ്റ് എ എന്താ കിട്ടിയത്? പ്രൈം നമ്പർ ഏതാടാ? 2 3 5. ബിയാ? അപ്പൊ എ ഓർ ബിയിൽ എത്ര എലമെന്റ്സ് വരും? ഓൺലി 3 അല്ലേ? അല്ലെ, എ ഓർ ബി എന്ന് പറഞ്ഞാൽ യൂണിയൻ അല്ലേ? അപ്പൊ 1 2 3 5 എല്ലാം വരില്ല. എ ആൻഡ് ബിയില ഇന്റർസെക്ഷനിൽ ഏതാ വരുന്ന? 3 5. എ ബട്ട് നോട്ട് ബി എന്നാ പറഞ്ഞേക്കണം. അപ്പൊ എന്താ എ ബട്ട് നോട്ട് ബി എന്ന് പറഞ്ഞാ എന്ന് ബി മൈനസ് ചെയ്യാന്ന് അർത്ഥം. അപ്പൊ എത്ര വരും? എ നോട്ട് ബി ഇത് ഇക്കാലത്ത് എ മൈനസ് ബി ആണ് കേട്ടാ. അപ്പൊ എന്ന് ബിനെ മൈനസ് ചെയ്യുമ്പോ 2 ഓൺലി. മറ്റേതാ? 1,5 മാത്രമാണോ അവനത്? എ കോംപ്ലിമെന്റ് ആണ്. സാമ്പിൾ സ്പേസിൽ നിന്നാ മൈനസ് ചെയ്യേണ്ടത്. സാമ്പിൾ സ്പേസ് എന്താ? റോളിംഗ് ഡൈ അല്ലേ? അപ്പൊ 1 2 3 4 5 6. അപ്പൊ ഇതിൽ നിന്ന് മാറ്റി കഴിയുമ്പോ എന്തുണ്ടാവും? 2 3 5 മാറ്റുക, ബാക്കി 1 4 6 വരും. നോട്ട് എ എന്ന് പറഞ്ഞ എന്താ? എ അല്ല. നോട്ട് എ മീൻസ് എ കോംപ്ലിമെന്റ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? കഴിഞ്ഞില്ലേ? ഓക്കെ, അടുത്ത ഹെഡിങ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്. അപ്പൊ ലെറ്റസ് കൺസിഡർ, നമ്മളൊരു റോളിംഗ് എ ഡൈയുടെ എക്സ്പെരിമെന്റ് കൺസിഡർ ചെയ്യണേ. അതിൽ എ എന്ന് പറയണത് ഗെറ്റിംഗ് എൻ ഓഡ് നമ്പർ. അപ്പൊ റോളിംഗ് എ ഡൈ എന്ന് പറയുമ്പോ എന്താ വേണ്ടത്? 1 2 3 4 5 6. അപ്പൊ എ എന്ന് പറയുന്ന ഇവന്റ് എന്താ?
ഓഡ് നമ്പർ കിട്ടുന്നത് അല്ലെ. അത് ഏതൊക്കെ വരും? 1, 3, 5. ബി എന്ന് പറയുന്ന ഇവന്റ് എന്താ? ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ. അത് എന്തൊക്കെ വരും? 2, 4, 6. ഇപ്പൊ നോക്കിക്കേ, ഇഫ് ദർ ഈസ് എനി കോമൺ എലിമെന്റ് ഫോർ എ ആൻഡ് ബി, ഇല്ല. അപ്പൊ എക്കും ബിക്കും കോമൺ, അതായത് എ ഉണ്ടാവുന്നതിന് ബിയും തടസ്സമല്ല, ബി ഉണ്ടാവുന്നതിന് എയും തടസ്സമല്ല. രണ്ടും എന്താ? ഡിസ്ജോയിന്റ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എന്താ? ഇറ്റ് ഈസ് ഈക്വൽ ടു നൾ സെറ്റാ. ഇങ്ങനെയുള്ള സെറ്റുകളെ പറയുന്നതാണ് എന്ത്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്. ഓക്കെ, എഴുതിക്കേ. Two events A and B are called mutually exclusive events. Two events A and B are called mutually exclusive events if the occurrence of any one of them if the occurrence of any one of them excludes the occurrence of other event. The occurrence of any one of them exclude occurrence of other event. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരെണ്ണം ഉണ്ടാവാൻ എന്താ? മറ്റേ തടസ്സമല്ല. മനസ്സിലായ? രണ്ടും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യല്ല? രണ്ടും കൂടി ഒരുമിച്ച് നടക്കുകയും ചെയ്യും. അതാ രണ്ടും കൂടി ഒരുമിച്ച്. ഇപ്പൊ കോമൺ എലമെന്റ് ഉണ്ടെങ്കിലോ, അപ്പോ രണ്ടും ഒരുമിച്ച് നടക്കുന്നു, രണ്ട് ഇവന്റ് ഒരുമിച്ച് നടക്കുന്നു പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അതായത് that is they cannot be not occur simultaneously. That is they cannot be occur. That is they cannot occur simultaneously. അപ്പൊ എന്തായിരിക്കും എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് പറയുന്നത്? എന്തായിരിക്കും അപ്പൊ? എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എന്തായിരിക്കും? ഇന്റർസെക്ഷൻ എടുക്കുമ്പോ നൾ സെറ്റ് കിട്ടണം. ഇല്ലല്ലോ, നോക്കിക്കടം. മാനസ് കയറിയിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ, നോക്കിയടാ. ഓക്കെ, അടുത്ത ഹെഡിങ് എക്സ്ഹോസ്റ്റീവ് ഇവന്റ്. അപ്പൊ എക്സ്ഹോസ്റ്റീവ് ഇവന്റ് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, രണ്ട് ഇവന്റ് എക്സ്ഹോസ്റ്റീവ് ആണെങ്കിൽ അതിന്റെ യൂണിയൻ എടുക്കുമ്പോൾ എന്ത് കിട്ടണം? സാമ്പിൾ സ്പേസ് കിട്ടണം. ഓക്കെ അല്ലേ? എന്താണ് എക്സ്ഹോസ്റ്റീവ് ഇവന്റ്? രണ്ട് ഇവന്റ്സ് എക്സ്ഹോസ്റ്റീവ് ഇവന്റ് ആണെങ്കിൽ ആ രണ്ടിന്റെ യൂണിയൻ എടുക്കുമ്പോൾ ആരെ കിട്ടണം? നിന്റെ അടുത്ത് കഴിക്കണം കണ്ണു മുഴിക്കാണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ല. എന്താ ചോദിച്ചേ? രണ്ട് ഇവന്റ്സ് എക്സ്ഹോസ്റ്റീവ് ആണെങ്കിൽ എക്സ്ക്ലൂസീവ് അല്ല, എക്സ്ഹോസ്റ്റീവ്. എക്സ്ഹോസ്റ്റീവ് ആണെങ്കിൽ യൂണിയൻ എടുക്കുമ്പോൾ എന്ത് കിട്ടണം? സാമ്പിൾ സ്പേസ് കിട്ടണം. എയും ബിയും എക്സ്ഹോസ്റ്റീവ് ആണെങ്കിൽ അതിന്റെ യൂണിയൻ എടുക്കുമ്പോൾ എന്ത് കിട്ടണം? സാമ്പിൾ സ്പേസ് കിട്ടണം. ഡിസ്ജോയിന്റ് ആണെങ്കിൽ അതെന്തായിരിക്കും? എക്സ്ക്ലൂസീവ് ഇവന്റ്സ് ആയിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കേ. Two dice are thrown and the sum of the number two dice are thrown and the sum of the numbers which coming up എന്താ? Two dice are thrown and the sum of the numbers which coming up on the dice is noted. Consider the events. Is noted. The events. അതിൽ ഫസ്റ്റ് എ എന്ന് പറയുന്നത് which A is equal to the sum is even.
ആ എ എന്ന് പറയണത് ദ സം ഈസ് ഈവൻ. ഇല്ല. ബി എന്ന് പറയണത് ദ സം ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3. എ എന്ന് പറയണ ഇവന്റിന്റെ സം ഈസ് ഈവൻ. ആ ബി എന്ന് പറയണത് ദ സം ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3. കഴിഞ്ഞിട്ടില്ല. ഇനി സി എന്ന് പറയണത് ദ സം ഈസ് ലെസ് ദാൻ 4. സി സം ഈസ് ലെസ് ദാൻ 4. ഡി എന്ന് പറയുന്നത് സം ഈസ് ഗ്രേറ്റർ ദാൻ 11. ഡി ദ സം ഈസ് 4. ആ സാമ്പിൾ സ്പേസ് വരും കുറെ. 36 സാമ്പിൾ സ്പേസ് വരും ഇതിന്റെ അകത്ത് കേട്ടാ. ഏ ഇനി ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. വിച്ച് പെയർ ഓഫ് ദിസ് ഇവന്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്? വിച്ച് പെയർ ഓഫ് ദിസ് ഇവന്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്? കണ്ടുപിടിച്ചു. അപ്പൊ ആദ്യം സാമ്പിൾ സ്പേസ് എഴുതുക, ഓരോ ഇവന്റും എഴുതുക, എക്സ്ക്ലൂസീവും മറ്റേതും കണ്ടുപിടിക്കാം. വേഗം കണ്ടുപിടിച്ചു. ഇവന്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. എടാ ഫോൺ എടുത്ത് വെക്കട. ആരെങ്കിലും കേറണ്ടാ? അനന്തശ്യാം എവിടെ? മൈക്കില്ലേ? ഇത് അനന്തശ്യാം തന്നെയാണോ? ഉപ്പന്റെ കയ്യന്റെ ഇടയിൽ പോയതിനെ കൊണ്ടാണ്. എന്താടാ അനന്തശ്യാം എക്സാമ്പിള്? എക്സാമ്പിൾ 2 ചെയ്യട്ടാ. എങ്ങനെ വരും സാമ്പിൾ സ്പേസ്? 2 ഡൈ എന്താ? സമ്മീസ് എന്താണ്? ഇവൻ അല്ലേ? 1 1 വരും. 1 3 വരുമോടാ? അതെങ്ങനെ? 1 ഉം 3 കൂടി ആഡ് ചെയ്യുമ്പോ എത്ര സമ്മ് കിട്ടാ? 1 3 വരും. ഞങ്ങളുടെ 1 2 ആ.
എന്ത് സം ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ? വരില്ല. ആ 3. എന്താ ക്വസ്റ്റ്യൻ എന്തായിരുന്നടാ? എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവന്റ്സ് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണം. അത് കേട്ടില്ല. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവന്റ് കണ്ടുപിടിക്കാൻ അതിന്ന്. അതിന് 2/6 ഒക്കെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് കണ്ടുപിടിക്കാനല്ലേ? ഏതൊക്കെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് പറഞ്ഞേ? ഡി വരുന്നുണ്ടല്ലോ. ആ ആൻസർ എഴുതി. നീ ഒന്നും എഴുതിയില്ലേ അപ്പൊ? അത് വേണ്ട, പ്രോബിലിറ്റി എന്തിനാ? ആ എത്ര പേരുണ്ടോ അത്ര എഴുതണം. കിട്ടിയാ? എയും ബിയും മ്യൂച്വൽ എക്സ്ക്ലൂസീവ് അല്ല. എയും സിയും അല്ല. എയും ഡിയും അല്ല. ബിയും സിയും അല്ല. ബിയും ഡിയും അല്ല. അപ്പൊ ഒരു പേര് മ്യൂച്വൽ എക്സ്ക്ലൂസീവ് അല്ല. സിയും ഡിയും ആണ്. സിയും ഡിയും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ആണ്. അല്ല, സിയും ഡിയും മാത്രമേ എന്ത് വരുള്ളൂ? നൾ സെറ്റ് വരുള്ളൂ. അത് മാത്രമേ മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇരിക്കേ. A coin is tossed 3 times. A coin is tossed 3 times. Consider the events. A equal to not head appear. No head appear. B equal to exactly 1 head appear. A equal to No head appear. B equal to exactly 1 head appear. And C equal to at least 2 head appear. Do they form set of mutually exclusive and exhaustive events? mutually exclusive. And the mutually exhaustive events.
സെറ്റ് എഴുതുക, കണ്ടുപിടിക്കുക. ചെയ്താടാ, ചെയ്. ഓ, ഓരോ സെറ്റുകളായിരിക്കും ആകെ ഉണ്ടാവൂല. ഉണ്ടാവൂല. There is no common elements between A and B. അല്ല, തലതിരിക്കാൻ വേണ്ടി വന്നേക്കണ. ഏതൊക്കെ എയും ബിയും? ആ, ആണ്. Which one is common? ബിയുടെ എന്താ? ബിയുടെ എലമെന്റ്സ് കിട്ടിയാ? ആ, ഇനി എക്സ് പോസിറ്റീവ് ആണോ നോക്കിയേ. അതിനെ യൂണിയൻ എടുക്കുമ്പോ സാമ്പിൾ സ്പേസ് കിട്ടണം, ഫുൾ സാമ്പിൾ സ്പേസ്. ചെയ്താ? എക്സ്ക്ലൂസീവ് ആണോ? എക്സ് പോസിറ്റീവ് ആണോ? എക്സ്ക്ലൂസീവ് അല്ലേ? ആര്? എയും ബി എക്സ്ക്ലൂസീവ് അല്ലേ? എടാ, എ ഇന്റർസെക്ഷൻ ബി എന്താണ്? നൾ സെറ്റ് കിട്ടിയില്ലേ? അപ്പൊ എക്സ്ക്ലൂസീവ് ആണ്. ഓക്കെ, എല്ലാരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. ടെക്സ്റ്റ് ബുക്കില് 14.1 ടെക്സ്റ്റ് ബുക്കില് 14.1 ക്വസ്റ്റ്യൻ നമ്പർ 1 and 2 ഇപ്പൊ ചെയ്യട്ടാ. 1 and 2 ടെക്സ്റ്റ് ഉണ്ടോ കയ്യില്? One and 2.
മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എന്താ കോമൺ എലമെന്റ് ഉണ്ടാവൂല അങ്ങനെ വിചാരിച്ചാൽ ക്വസ്റ്റ്യൻ ഏതാ നോക്കണം മണ്ടന്മാരെ അത് തന്നെയാണ് ക്വസ്റ്റ്യൻ. വിവേക ചെയ്യടാ. കിട്ടിയാ? ഫസ്റ്റ് വൺ എന്തായിരുന്നു? 16.1 അല്ലേ? സാമ്പിൾ സ്പേസ് ചെയ്താലല്ലേ പറഞ്ഞ? ഏതൊക്കെ സാമ്പിൾ സ്പേസ് വല്ല നോക്കിക്കാൻ ശരിയാണെന്ന്? എച്ച് 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 അതറിയാലോ. ടി എച്ച്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 16.2 ആണോ അത്? 1 എടാ ഫോൺ തന്നെ, ഫോണല്ല അതിന് വന്നത് ബുക്ക് ബുക്കാണ്.
നോ ഫസ്റ്റ് വൺ നോട്ട് മ്യൂച്വൽ എക്സ്ക്ലൂസീവ് അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ സെക്കൻഡ് ചെയ്തില്ലേ? വിവേകിന് കിട്ടാനല്ലേ ചെയ്തിട്ട് ചെയ്യണ്ട. ആ ഫോണോട് വെച്ചടാ. സെക്കൻഡ് കഴിഞ്ഞ പറഞ്ഞേ. അതേ പറയാ പതേ. സെക്കൻഡ് ആ ആ എന്താണ് ഫിഫ്ത് വൺ? അത് കഴിഞ്ഞിട്ട് അത് മാത്രമേ ഉള്ളൂ. 4, 5, 6 ആ ആ ഇതെല്ലാം അടുത്ത ദിവസം ചെയ്യട്ടോ. വേണ്ട വേണ്ട അടുത്ത ചെയ്തു. ആരും ആരെയും വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നമ്മുടെ സമയം പോകുന്നല്ലാണ്ട്. ഈ ഇൻഡസ്ട്രിയിൽ എഫ് കോംപ്ലിമെന്റ് ഇയും എഫ് കോംപ്ലിമെന്റ് കൊടുക്കാം. അത് രണ്ടെണ്ണത്തിന് കോമൺ ആയിട്ടുള്ളത് മനസ്സിലായില്ലേ? ഇയും എഫ് കോംപ്ലിമെന്റ് എടുക്കാം. എഫ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എഫിനാ സാമ്പിൾ സ്പേസ് നിന്ന് ഒഴിവാക്കുക. അപ്പൊ കിട്ടണ എഫ് കോംപ്ലിമെന്റ് അതെടുത്ത് വെക്കുക. എന്നിട്ട് ഇയും എടുത്ത് വെക്കുക. രണ്ടിന്റെ കോമൺ എലമെന്റ്സ് ആയിരിക്കും ഈ ഇൻഡസ്ട്രിഷൻ എഫ് കോംപ്ലിമെന്റ്. കഴിഞ്ഞോ? അവിടെ അനന്തശാൻ ക്ലാസ്സിൽ വന്നില്ലേടാ? എന്താ പ്രാക്ടീസ് ഉണ്ടാകുമ്പോ ഒരു പീരീഡിന്റെ ടൈമിങ് കുറച്ച് ലാസ്റ്റ് ഒരു 0 പീരീഡ് ഉണ്ടാകും. അപ്പൊ അത് കാരണം ബാക്കി ക്ലാസ്സിന്റെ ഒരു അപ്പൊ ഞങ്ങള് മധുവിൽ പോവാണെങ്കിൽ ഞങ്ങളുടെ ബന്ധുവിലേക്ക് വരെ അവരുടെ ബന്ധുവിലേക്ക് വരാറായി. അപ്പൊ അത് സേവ് ആക്കാൻ വേണ്ടി ഞങ്ങളുടെ പീരീഡ് 11:30 ഒരു മണിക്കൂർ. ശരിക്കും എത്ര മണിക്കൂറാ? ശരിക്കും എത്ര മണിക്കൂർ വരാറും? സാധാ പോലെ 8 ഉണ്ടാവും. കഴിഞ്ഞ ജ്യോതിഷേ? കഴിഞ്ഞ പറയണ്ടല്ലോ, വായിക്കണോ? അവന്റെ നോക്കാം, അവന്റെ ആൻസർ ശരിയായി. കഴിഞ്ഞിട്ട് 3rd ക്വസ്റ്റ്യൻ കേട്ടാ.
മമ്മി അവിടെ നോക്കിട്ട ക്ലാസ് ഉണ്ട്. അല്ല ആ ക്ലാസ് തിങ്കളാ തിങ്കളല്ല ആ ചെറുപ്പം എന്താ ഹലോ കഴിഞ്ഞോ? ആഹാ ഞാൻ വല്ല പറയൂട്ടാ ഇമ്പോർട്ടന്റ് വാക്ക്. എടാ നീയൊക്കെ കണ്ട് മറ്റേ കഥ പറയാനിരിക്കും. ചെയ്താ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്താ വിവേകേ? പ്രേമകഥയൊക്കെ പിന്നെ പറയാം. ടു ഒക്കോർ ഓൺ ഏതർ ഡേ. ഏതെങ്കിലും ഒരെണ്ണത്തിൽ എന്താണ് ടു ഒക്കോർ ചെയ്യണം. ഏതെങ്കിലും ഒരെണ്ണത്തിൽ മതി. 2 ഡേ ഡ്രോ ചെയ്യണ്ടല്ലോ. അതില് ഇപ്പൊ നോക്കിയത് 2 1. ഇതിലൊരെണ്ണത്തില് 2 ഇല്ലേ? അതെടുക്കാം. 1 2 1 2 എടുക്കാം. ഒരെണ്ണത്തില് 2 ഇല്ലേ? ആ എടാ ചെയ്ത് കഴിഞ്ഞാടാ. എന്തിട്ട് ഇത്ര കഥ പറയാ? ജീവിത കഥകള് ഇല്ല. ആദ്യം സാമ്പിൾ സ്പേസ് ചെയ്തുക. കഴിഞ്ഞാലും കൊണ്ടോ ശരിയാണോ നോക്കിട്ട് തരാം. എന്താ ചോദിക്ക് ജ്യോതിഷ്. വിവേകനെ ചെയ്യാത്തോണ്ട് നല്ല കാണിക്കേണ്ടി വരില്ല. എടാ നീയൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോ തന്നെ മനസ്സിലാവും പ്രോബിലിറ്റി ആണെന്ന്. പറയടാ ചോദിക്കടാ. സി എന്താ പറഞ്ഞേക്കണ? സം ഈസ് അറ്റ്ലീസ്റ്റ് 7 ആണ് മൾട്ടിപ്പിൾ ഓഫ് 3. സം എന്താണ്? കുറഞ്ഞത് 7 ആവണം. അറ്റ്ലീസ്റ്റാ പറഞ്ഞേക്കണം.
ആൻഡ് ദ മൾട്ടിപ്പിൾ ഓഫ് 3 ത്രീയുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം. സമ്മ 3 ഉം 6 കൊടുക്കാം. ആ സം അറ്റ്ലീസ്റ്റ് 7 എന്നല്ലേ പറഞ്ഞേക്കണ? ആയി. എടാ മൾട്ടിപ്പിൾ ഓഫ് 7 3 ഉം 6 ഉം സം എടുക്കുമ്പോ എത്രയും 3 ഉം 6 ന്റെ സം എത്ര ഉണ്ടായേ? അപ്പൊ ആ അങ്ങനെ വരണോന്ന്. അറ്റ്ലീസ്റ്റ് 7, കുറഞ്ഞത് 7 ആവണം. അറ്റ്ലീസ്റ്റ് കുറഞ്ഞതല്ലേ പറഞ്ഞേക്കണം? എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് സീല്? 4 5 എലമെന്റ്സ്. എ എം ബി എന്താ മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ആണ്. ആ ആ എ കോമസിക്ക് മ്യൂച്വൽ എക്സ്ക്ലൂസീവ് അല്ല. ഫോർത്ത് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ലടാ. ഒരു 5 മിനിറ്റ് ബ്രേക്ക് ഒന്ന് പോസ് ചെയ്തോ. ടെക്സ്റ്റ് ഉണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ എത്തിക്കേ. 2 dice are thrown. ഫോർത്ത് ക്വസ്റ്റ്യൻ വേണ്ട. 2 dice are thrown. Let A be the event. A എടാ മിണ്ടാണ്ട് ചെയ്തേടാ. ഗൂഗിൾ വർക്ക് ആവൂല.
ഇതാണ് ഇവന്റുകള്. ഇവന്റുകൾ ആദ്യം എഴുതുക, അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കുക കേട്ടോ. പ്രോബബിലിറ്റി അല്ല, ഓഡ് നമ്പർ ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ 2 ഡേയിൽ ഓഡ് നമ്പർ വരണം. ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ ഓൺ ഫസ്റ്റ് ഡേ. ആദ്യത്തെ ഡേയില് ഈവൻ നമ്പർ വരണം. അപ്പൊ 1 1 1 2 1 3 ആ ഒരു ഫോമിലല്ലേ പോണത്. അതിൽ ഫസ്റ്റ് നമ്പറിൽ എന്ത് വരണം? ഈവൻ നമ്പർ വരണം. എയില് അത് മിണ്ടാണ്ടിരിക്കടാ. എയില് 18 എണ്ണം. കണ്ടുപിടിക്കാം. അതൊക്കെ തന്നെ അങ്ങനെ കണ്ടുപിടിക്കണം ഒരു രസത്തിന്. എന്നാ ചെയ്. ഒരെണ്ണം എഴുതി, നിങ്ങൾ ഒരെണ്ണം ഒരാൾ ചെയ്യോ, മറ്റേതാ അങ്ങനെ ചെയ്യുന്നു. വിവേക് എങ്ങാണ്ടാണ് പഠിച്ചു പോണം. ഗ്രേറ്റർ ദാൻ 5 എന്നാണ് എഴുതി വെച്ചേക്കണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കണ്ടിട്ടാടാ. അതിക്കാൻ പറഞ്ഞു. നീലല്ല ജ്യോതിഷല്ലേ എഴുതി കഴിഞ്ഞ. ആ ഈ കോംപ്ലിമെന്റ് ആ കിട്ടിയാ. ആ തേർഡ്
എ ബട്ട് നോട്ട് സി എന്ന് പറഞ്ഞ എന്താ? എ മൈനസ് സി. ഏതാ? പതിനാല്. എന്താണ്? എന്താ? ഓ, അതായത് കുട്ടിയല്ല വിളിച്ച, കുട്ടിയുടെ പാരന്റാ വിളിച്ച. അല്ല, ഞാൻ പിള്ളേരുടെ അടുത്ത് നല്ല ദേഷ്യ. നിങ്ങളുടെ അടുത്ത് ഞാൻ ദേഷ്യപ്പെടാറില്ലല്ലോ. പിന്നെ ഇവിടെ ഇരുന്ന് ലവ് സ്റ്റോറി പറഞ്ഞ പിന്നെ നിന്റെ ഇപ്പഴത്തെ ദേഷ്യപ്പെടാണ്ട്. എന്ത് കിട്ടി? ബി ഓർ സി എത്ര കിട്ടിയടാ? ബി ഓർ സി എന്ന് പറഞ്ഞാൽ ബി യൂണിയൻ സി അല്ലേ? ഇരുപത്തൊന്നോ? ബി ഇന്റർസെക്ഷൻ സി അതെത്ര കിട്ടി? എ ഇന്റർസെക്ഷൻ എ. അവിടെ എ ഇന്റർസെക്ഷൻ എയിലല്ല, ബി കോംപ്ലിമെന്റ്. ആ, എ ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ രണ്ടിന് കോമൺ ആയിട്ടുള്ളത് നൾ സെറ്റ് അല്ലേ? എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് അല്ലേ നീ പറഞ്ഞ? എ ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ ഏത് തന്നെ? എന്താടാ നോക്കട്ടെ. ആ,
അല്ല അങ്ങനെ എപ്പോഴും അങ്ങനെ വരണമെന്നില്ലല്ലോ. ഇതിപ്പോ അറിയാണ്ട് വന്നായിരിക്കും ചിലപ്പോ. B കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ A C ഉണ്ട്. അപ്പോൾ A ഇന്റർസെക്ഷൻ A ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് എന്താ അതിനകത്ത് A C ഇത് പോണോടാ. ഇവിടെ I want to go to നിങ്ങൾക്ക് എന്തിനാണ് ആദ്യം ഇതൊക്കെ തരണത്? ഇത് പിന്നീട് പ്രോബ്ലം വരുമ്പോഴത്തേക്കും ഇനിയാണ് പ്രോബിലിറ്റി വരണത്. അടുത്ത ക്ലാസ്സിൽ കൂടി ഇതിപ്പോ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ടാണ് ഇത് എഴുതിയേക്കണം. തന്നേക്കണം സെറ്റിൽ ഇവന്റുകൾ എഴുതാൻ വേണ്ടിട്ട്, മനസ്സിലായ? നാളെ ടെക്സ്റ്റ് ജ്യോതിഷ് കണ്ടുപിടിച്ചിട്ട് പോയാൽ മതി.